ഓം ശാന്തി. 27/7/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 14/3/2006 മധുബൻ. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയുടെ അനുഭൂതിക്ക് വേണ്ടി തലകീഴായ ഞാനെന്ന ഭാവത്തെ കത്തിക്കുന്നതിൻ്റെ ഹോളി ആഘോഷിക്കും. ദൃഷ്ടിയുടെ പീച്ചാങ്കുഴലിലൂടെ സർവ ആത്മാക്കളെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിറം പതിപ്പിക്കൂ. ഇന്ന് ഹോളിയസ്റ്റായ ബാബ തൻ്റെ ഹോളിയായ കുട്ടികളുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുകയാണ്. 4 ഭാഗത്തുമുള്ള ഹോളിയായ കുട്ടികൾ ദൂരെ ഇരുന്നാലും സമീപത്താണ്. ബാബ്ദാദ ഇങ്ങനെയുള്ള ഹോളി, അതായത് മഹാൻ പവിത്ര കുട്ടികളുടെ മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യത്തിൻ്റെ നക്ഷത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഹാൻ പവിത്രവും മുഴുവൻ കൽപ്പത്തിലും മറ്റാരും ആകുന്നില്ല. ഈ സംഗമയുഗത്തിൽ പവിത്രതയുടെ വ്രതം എടുക്കുന്ന ഭാഗ്യവാന്മാരായ കുട്ടികൾ ഭാവിയിൽ ഡബിൾ പവിത്രമാണ്. ശരീരം കൊണ്ടും പവിത്രം, ആത്മാവും പവിത്രമാകുന്നു. മുഴുവൻ കൽപ്പത്തിലും ചുറ്റി സഞ്ചരിക്കൂ. എത്ര തന്നെ മഹാത്മാക്കൾ വന്നുവെങ്കിലും ശരീരവും പവിത്രമായിരിക്കുക, ആത്മാവും പവിത്രമായിരിക്കുക. ഇപ്രകാരം പവിത്രം ധർമാത്മാവും ആയിട്ടില്ല, മഹാത്മാക്കളും ആയിട്ടില്ല. ബാബ്ദാദയ്ക്ക് തൻ്റെ കുട്ടികളുടെ മേൽ അഭിമാനമുണ്ട്. ആഹാ, എൻ്റെ മഹാൻ പവിത്ര കുട്ടികളെ, ആഹാ. ഡബിൾ പവിത്രവും ഡബിൾ കിരീടധാരിയും ആരും ആകുന്നില്ല. ഡബിൾ കിരീടധാരിയും ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കളാണ് ആകുന്നത്. തൻ്റെ ആ ഡബിൾ പവിത്രമായ ഡബിൾ കിരീടധാരിയായ സ്വരൂപം മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനാൽ കുട്ടികളായ താങ്കൾക്ക് ഈ സംഗമയുഗത്തിൽ ഏതൊരു പ്രാക്ടിക്കൽ ജീവിതമാണോ ഉണ്ടായത്, ആ ജീവിതത്തിലെ ഓരോരോ വിശേഷതയുടെയും സ്മാരകം ലോകത്തുള്ളവർ ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും താങ്കളേവരും സ്നേഹത്തിൻ്റെ വിമാനത്തിൽ ഹോളി ആഘോഷിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. താങ്കളേവരും തൻ്റെ ജീവിതത്തിൽ പവിത്രതയുടെ ഹോളി ആഘോഷിച്ചിട്ടുണ്ട്. ഓരോ ആധ്യാത്മിക രഹസ്യത്തിനും ലോകത്തുള്ളവർ സ്ഥൂല രൂപം നൽകിയിരിക്കുകയാണ്. കാരണം ബോഡി കോൺഷ്യസ് ആണല്ലോ. താങ്കൾ സോൾ കോൺഷ്യസ് ആണ്. ആധ്യാത്മിക ജീവിതമുള്ളവരാണ്. അവർ ബോഡി കോൺഷ്യസ് ആയവരാണ്. അപ്പോൾ എല്ലാം സ്ഥൂല രൂപത്തിൽ എടുത്തിരിക്കുകയാണ്. താങ്കൾ യോഗ അഗ്നിയിലൂടെ തൻ്റെ പഴയ സംസ്കാരവും സ്വഭാവവും ഭസ്മമാക്കി കത്തിച്ചു. ലോകത്തുള്ളവർ സ്ഥൂലമായ അഗ്നിയിൽ കത്തിക്കുന്നു. എന്തുകൊണ്ട്? പഴയ സംസ്കാരങ്ങൾ കത്തിക്കാതെ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം പതിയുക സാധ്യമല്ല. പരമാത്മാവിൻ്റെ കൂടിക്കാഴ്ചയുടെ അനുഭവം നേടാൻ സാധിക്കില്ല. അപ്പോൾ താങ്കളുടെ ജീവിതത്തിന് ഇത്രയും വാല്യൂ ഉണ്ട്. താങ്കളുടെ ഓരോരോ ചുവടും ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? താങ്കൾ മുഴുവൻ സംഗമയുഗത്തിലും ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ജീവിതം ഉണ്ടാക്കിയിരിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിൻ്റെ സ്മാരകമായി ഒരു ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു. അപ്പോൾ നിങ്ങളേവരുടേതും ഇങ്ങനെയുള്ള സദാ ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതമാണല്ലോ. അതോ ഇടയ്ക്കിടയ്ക്കാണോ? സദാ ഉത്സാഹമുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കാണോ? സദാ ഉത്സാഹത്തിലിരിക്കുന്നു, സന്തോഷത്തിലിരിക്കുന്നു. സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ വിശേഷ പരമാത്മാ ഗിഫ്റ്റാണ്. എന്തു തന്നെ സംഭവിച്ചാലും ശരി. എന്നാൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സന്തോഷവും ഉത്സാഹവും ഉന്മേഷവും പോവുക സാധ്യമല്ല എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള അനുഭവമുള്ളത്, അവർ കൈ ഉയർത്തു. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മുഖം
സദാ പ്രസന്നമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. കാരണം താങ്കളെപ്പോലെ ഭാഗ്യശാലികൾ ആരും ആയിട്ടില്ല, ആവുക സാധ്യവുമല്ല. ഭിന്ന ഭിന്ന വിങ്സ് അഥവാ വിഭാഗത്തിലുള്ളവർ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവി മൂർത്തിയാകുന്നതിൻ്റെ സ്വയം പ്രതിയുള്ള പ്ലാൻ ഉണ്ടാക്കിയോ? ബാബ്ദാദ സന്തുഷ്ടമാകുന്നു. ഇന്ന് ഇന്ന വിഭാഗം വന്നിരിക്കുകയാണ്. വെൽക്കം. ആശംസകൾ. വന്നിരിക്കുകയാണ്. സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും നല്ലതാണ്. എന്നാൽ ആദ്യം സ്വയം തൻ്റെ പ്ലാൻ ബാബ്ദാദ കണ്ടു. പ്ലാനുകൾ എല്ലാ വിഭാഗത്തിലുള്ളവരും ഒരാൾ മറ്റൊരാളേക്കാൾ മുൻപേ ഉണ്ടാക്കുന്നു, വളരെ നന്നായി ഉണ്ടാക്കുന്നു. അതിനോടൊപ്പം ഉന്നതിയുടെ പ്ലാൻ ഉണ്ടാക്കുന്നത് വളരെ ആവശ്യമാണ്. ബാബ്ദാദ ഇതാഗ്രഹിക്കുന്നു. ഓരോ വിഭാഗവും ഉന്നതിയുടെ പ്രാക്ടിക്കൽ പ്ലാൻ ഉണ്ടാക്കുകയും നമ്പർ എടുക്കുകയും വേണം. ഏതുപോലെ സംഘടനയിൽ ഒത്തുകൂടുന്നു, ഫോറിനിലുള്ളവരായാലും ദേശത്തുള്ളവരായാലും മീറ്റിംഗ് നടത്തുന്നു, പ്ലാൻ ഉണ്ടാക്കുന്നു. ബാബ്ദാദ അതിലും തൃപ്തമാണ്. എന്നാൽ ഏതുപോലെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ സംഘടിത രൂപത്തിൽ സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ ഇത്രയും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഉന്നതിയുടെ നമ്പർ കൂടുതൽ അറ്റൻഷൻ നൽകി ഉണ്ടാക്കണം. ബാബ്ദാദ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മാസത്തിൽ ഈ വിഭാഗത്തിലുള്ളവർ ഉന്നതിയുടെ പ്ലാൻ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നുവോ? ഏതെല്ലാം വിങ്സിലുള്ളവർ വന്നിരിക്കുന്നുവോ? എല്ലാ വിങ്സിലുള്ളവരും കൈ ഉയർത്തു. ശരി, ഇത്രയും പേർ വന്നിരിക്കുകയാണ്. ധാരാളം പേർ വന്നിരിക്കുന്നു. 5-6 വിങ്സ് വന്നിരിക്കുകയാണ് എന്ന് കേട്ടു. വളരെ നല്ലത്, വന്നത് നന്നായി. ഇപ്പോൾ ഒരു ലാസ്റ്റ് ടേൺ അവശേഷിക്കുകയാണ്. ബാബ്ദാദ ഹോംവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ബാബ്ദാദയാണെങ്കിൽ ദിവസവും റിസൾട്ട് നോക്കുന്നു. താങ്കൾ കരുതും ബാബ്ദാദ ലാസ്റ്റ് ടേണിലായിരിക്കും കണക്കെടുക്കുന്നതെന്ന്. എന്നാൽ ബാബ്ദാദ ദിവസവും നോക്കുന്നു. ഇപ്പോഴും ഇനിയും 15 ദിവസമുണ്ട്. ഈ 15 ദിവസത്തിൽ ഓരോ വിങ്സിലുള്ളവരും ആരെല്ലാമാണോ വന്നത്, അവരും ആരാണോ വന്നിട്ടില്ലാത്തത്, ആ വിങ്സിന് നിമിത്തമായിരിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദ ഈ സൂചന നൽകുന്നു. ഓരോ വിങ്സും തൻ്റെ ഉന്നതിയുടെ ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കൂ. ഏതെങ്കിലും വിശേഷ ശക്തി സ്വരൂപമാകുന്നതിൻ്റെയും വിശേഷിച്ച് ഏതെങ്കിലും ഗുണമൂർത്തി ആകുന്നതിൻ്റെയോ വിശ്വമംഗളത്തെ പ്രതി ഏതെങ്കിലും ലൈറ്റും മൈറ്റും നൽകുന്നതിൻ്റേത് ഓരോ വിങ്ങും പരസ്പരം നിശ്ചയിക്കൂ. പിന്നെ ചെക്ക് ചെയ്യൂ ഏതെല്ലാം വിങ്സിൻ്റെ മെമ്പറാണോ. മെമ്പറായിട്ടുണ്ട്, വളരെ നല്ലതാണ് ചെയ്തത്. എന്നാൽ ഓരോ മെമ്പറും നമ്പർ 1 ആകണം. കേവലം ഇന്ന വിങ്സിലെ മെമ്പറാണ് എന്ന് പേര് നോട്ട് ചെയ്താൽ പോരാ. ഇന്ന വിഭാഗത്തിലെ ഉന്നതിയുടെ മെമ്പറാണ്. ഇത് സാധ്യമാണോ? ആരാണോ വിങ്സിന് നിമിത്തമായിരിക്കുന്നത്, ആ നിമിത്തമായവർ എഴുന്നേൽക്കൂ. ഫോറിനിലും 4-5 പേർ നിമിത്തമായവർ ആരാണോ അവർ എഴുന്നേൽക്കൂ. ബാബ്ദാദയ്ക്ക് എല്ലാവരും വളരെ ശക്തിശാലി മൂർത്തിയായി തോന്നുന്നു. വളരെ നല്ല മൂർത്തിയാണ്. താങ്കൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. 15 ദിവസത്തിൽ എന്തെങ്കിലും ചെയ്തു കാണിക്കും. പറയൂ, സാധ്യമാണോ? മുന്നിലുള്ളവർ പറഞ്ഞു, പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യും. മറ്റുള്ളവർ പറയൂ, സാധ്യമാണോ? അഡ്മിനിസ്ട്രേഷൻ വിങ് പ്ലാൻ ഉണ്ടാക്കി, ആരും ദേഷ്യപ്പെടുകയില്ല എന്ന്. അതിൻ്റെ എൻക്വയറിയും നടത്തുന്നുണ്ടോ? ടീച്ചേഴ്സിനോട് താങ്കൾ സഹോദരിമാർ ധൈര്യം വയ്ക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ എൻക്വയറി ചെയ്ത് റിസൾട്ട് പറയാൻ സാധിക്കും. ഫോറിനിലുള്ളവർ അതെ എന്ന് പറയുന്നു. താങ്കൾ എന്ത് മനസ്സിലാക്കുന്നു? സാധ്യമാണോ?
ഭാരതത്തിലുള്ളവർ പറയൂ, സാധ്യമാണോ? ബാബ്ദാദയ്ക്ക് നിങ്ങൾ ഏവരുടെയും മുഖം കാണുമ്പോൾ തോന്നുന്നു റിസൾട്ട് നല്ലതാണെന്ന്. എന്നാൽ അഥവാ 15 ദിവസവും അറ്റൻഷൻ വയ്ക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുമെങ്കിൽ ഈ അഭ്യാസം ഭാവിയിലും ഉപയോഗത്തിൽ വരും. ഇപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിംഗ് നടത്തണം. ആർക്ക് ഏത് ലക്ഷ്യം നേടണം? ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ഏതെങ്കിലും ശക്തി രൂപത്തിൻ്റെയോ എന്നത്. ഇതിൽ ബാബ്ദാദ നമ്പർ നൽകും. ബാബ്ദാദ നോക്കിക്കൊണ്ടേയിരിക്കുന്നു സ്വസേവനത്തിൽ നമ്പർ 1 വിങ് ഏതാണെന്ന്. കാരണം ബാബ്ദാദ കണ്ടിട്ടുണ്ട് പ്ലാൻ വളരെ നന്നായി ഉണ്ടാക്കുന്നു. എന്നാൽ സേവനവും സ്വ ഉന്നതിയും രണ്ടും അഥവാ ഒരുമിച്ചില്ലെങ്കിൽ സേവനത്തിൻ്റെ പ്ലാനിൽ എത്ര സഫലത വേണമോ അത്രയും ഉണ്ടാകുന്നില്ല. അതിനാൽ സമയത്തിൻ്റെ സമീപതയെ മുന്നിൽ കണ്ടുകൊണ്ട് സേവനവും സ്വ ഉന്നതിയും കമ്പൈൻഡ് ആക്കി വയ്ക്കൂ. കേവലം സ്വ ഉന്നതിയും പോരാ, സേവനവും വേണം. എന്നാൽ സ്വ ഉന്നതിയുടെ സ്ഥിതിയിലൂടെ സേവനത്തിൽ സഫലത അധികമുണ്ടാകും. സേവനത്തിൻ്റെയോ സ്വ ഉന്നതിയുടെയോ സഫലതയുടെ അടയാളമാണ് സ്വയവും. 2 കാര്യത്തിലും സ്വയവും സന്തുഷ്ടമായിരിക്കും. ആരുടെ സേവനമാണോ ചെയ്യുന്നത് അവർക്കും സേവനത്തിലൂടെ സന്തുഷ്ടതയുടെ അനുഭവം ഉണ്ടാകും. അഥവാ സ്വയം തനിക്കോ ആരുടെ സേവനത്തിനാണോ നിമിത്തമായിരിക്കുന്നത് അവർക്കോ സന്തുഷ്ടതയുടെ അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ സഫലത കുറവാണ്. പ്രയത്നം കൂടുതൽ ചെയ്യേണ്ടി വരുന്നു. സേവനത്തിലും സ്വ ഉന്നതിയിലും സഫലത സഹജമായി പ്രാപ്തമാക്കുന്നതിൻ്റെ ഗോൾഡൻ താക്കോൽ ഏതാണെന്ന് താങ്കൾക്കേവർക്കും അറിയാമോ? അനുഭവം എല്ലാവർക്കുമുണ്ട്. ഗോൾഡൻ താക്കോലാണ് പെരുമാറ്റത്തിലൂടെ, മുഖത്തിലൂടെ, സംബന്ധ സമ്പർക്കത്തിലും നിമിത്തഭാവം, വിനയഭാവം, നിർമ്മലവാണി. ഇതുപോലെ ബ്രഹ്മബാബയെയും ജഗദംബയെയും കണ്ടു. എന്നാൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ സേവനത്തിൻ്റെ സഫലതയിൽ % ഉണ്ടാകുന്നു. അതിൻ്റെ കാരണമെന്താണ്? എന്താഗ്രഹിക്കുന്നുവോ, എത്ര ആഗ്രഹിക്കുന്നുവോ, എത്ര പ്ലാൻ ഉണ്ടാക്കുന്നുവോ, എത്ര ചെയ്യുന്നുവോ അതിൽ % ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ബാബ്ദാദ മെജോറിറ്റിയിലും കാരണം കണ്ടത് ഇതാണ്. സഫലതയിൽ കുറവുണ്ടാകുന്നതിൻ്റെ കാരണമാണ് ഒരു വാക്ക്. അത് ഏതാണ്? ഞാൻ. ഞാൻ എന്ന വാക്ക് 3 പ്രകാരത്തിൽ യൂസ് ചെയ്യുന്നു. ദേഹി അഭിമാനിയിലും ഞാൻ ആത്മാവാണ് എന്ന വാക്ക് വരുന്നു. ഞാൻ എന്ന വാക്ക് വരുന്നു. ദേഹാഭിമാനത്തിലും ഞാൻ എന്ത് പറയുന്നുവോ ചെയ്യുന്നുവോ അതാണ് ശരി. ഞാൻ ബുദ്ധിമാനാണ്. ഈ പരിധിയുള്ള ഞാൻ എന്നത് ദേഹാഭിമാനത്തിലും വരുന്നു. മൂന്നാമത്തേതാണ് എപ്പോഴാണോ ആരെങ്കിലും നിരാശമാകുന്നത് അപ്പോഴും ഞാൻ എന്നത് വരുന്നു. എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല, എന്നിൽ ധൈര്യമില്ല, എനിക്ക് ഇത് കേൾക്കാൻ സാധിക്കില്ല, എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ബാബ്ദാദ 3 പ്രകാരത്തിലുള്ള ഞാൻ എന്ന ഗീതം വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മബാബയും ജഗദംബയും ഏതൊരു നമ്പർ എടുത്തുവോ അതിൻ്റെ വിശേഷത ഇതായിരുന്നു. തലകീഴായ ഞാനെന്ന ഭാവത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, അവിദ്യ ഉണ്ടായിരുന്നു. ഒരിക്കലും ബ്രഹ്മബാബ ഇത് പറഞ്ഞില്ല, ഞാൻ നിർദ്ദേശം നൽകുന്നു, ഞാനാണ് റൈറ്റ്. ബാബ ചെയ്യിക്കുകയാണ്, ഞാൻ ചെയ്യുന്നില്ല. ഞാൻ സമർത്ഥനല്ല, കുട്ടികളാണ് സമർത്ഥം. ജഗദംബയുടെയും സ്ലോഗൻ ഓർമ്മയുണ്ടോ? പഴയവർക്ക് ഓർമ്മയുണ്ടാകും. ജഗദംബ ഇത് പറയുമായിരുന്നു, ആജ്ഞ നൽകുന്നവൻ്റെ ആജ്ഞ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ല. നടത്തിക്കുന്നവനായ ബാബ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്യിക്കുന്നവനായ ബാബ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം എല്ലാവരും തൻ്റെ ഉള്ളിൽ നിന്നും ഈ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഞാൻ എന്നത്
സമാപ്തമാക്കി മുന്നോട്ട് പോകൂ. നാച്ചുറലായി ഓരോ കാര്യത്തിലും ബാബ ബാബ എന്ന് വരണം. നാച്ചുറലായി വരണം. കാരണം ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ സങ്കല്പം എല്ലാവരും എടുത്തിരിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ സമാനമാകുന്നതിന് കേവലം ഈ ഒരു റോയൽ ഞാൻ എന്നത് കത്തിക്കൂ. ശരി, ക്രോധിക്കുകയുമില്ല. ക്രോധം എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഞാൻ എന്ന ഭാവം വരുന്നു. അപ്പോൾ ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യം ഏതൊരു ഹോളിയാണ് ആഘോഷിക്കുന്നത്? കത്തിക്കുന്നതിൻ്റെ. അല്ലെങ്കിൽ തന്നെ വളരെ നല്ലവരാണ്, വളരെ യോഗ്യരാണ്, ബാബയുടെ ആശകളുടെ ദീപമാണ്. കേവലം ഒരൽപ്പം ഈ ഞാൻ എന്നത് കട്ട് ചെയ്യൂ. 2 ഞാൻ എന്നത് കട്ട് ചെയ്യൂ. 1 ഞാൻ എന്നത് വയ്ക്കൂ. എന്തുകൊണ്ട്? ബാബ്ദാദ കാണുകയാണ്. താങ്കളുടെ തന്നെ അനേകം സഹോദരി സഹോദരന്മാർ, ബ്രാഹ്മണരല്ല, അജ്ഞാനികളായ ആത്മാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ധൈര്യത്തിൻ്റെ ചിറക് പിടിപ്പിക്കേണ്ടി വരും. തികച്ചും നിരാശ്രയർ ആയിരിക്കുകയാണ്, പ്രതീക്ഷയറ്റവർ ആയിരിക്കുകയാണ്. അപ്പോൾ ഹേ ദയാഹൃദയരും കൃപയും ദയയും കാണിക്കുന്നവരും വിശ്വത്തിലെ ആത്മാക്കളുടെ ഇഷ്ടദേവകളുമായ ആത്മാക്കളെ തൻ്റെ ശുഭഭാവനയിലൂടെ, ദയയുടെ ഭാവനയിലൂടെ, ആത്മഭാവനയിലൂടെ അവരുടെ ഭാവന പൂർത്തീകരിക്കൂ. താങ്കൾക്ക് ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും വൈബ്രേഷൻ വരുന്നില്ലേ? നിമിത്ത ആത്മാക്കളാണ്, പൂർവികരാണ്, പൂജ്യരാണ്, വൃക്ഷത്തിൻ്റെ തായ്തടിയാണ്, ഫൗണ്ടേഷനാണ്. എല്ലാവരും താങ്കളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകൻ എവിടെ പോയി? എവിടെ പോയി നമ്മുടെ ഇഷ്ടദേവതകൾ? ബാബയ്ക്കാണെങ്കിൽ വളരെയധികം വിളികൾ കേൾക്കപ്പെടുന്നു. ഇപ്പോൾ സ്വ ഉന്നതിയിലൂടെ ഭിന്ന ഭിന്ന ശക്തികളുടെ സകാശ് നൽകൂ. ധൈര്യത്തിൻ്റെ ചിറക് പിടിപ്പിക്കൂ. തൻ്റെ ദൃഷ്ടിയിലൂടെ, ദൃഷ്ടി തന്നെയാണ് താങ്കളുടെ പീച്ചാങ്കുഴൽ. അപ്പോൾ തൻ്റെ ദൃഷ്ടിയുടെ പീച്ചാങ്കുഴലിലൂടെ സുഖത്തിൻ്റെ നിറം പതിപ്പിക്കൂ, ശാന്തിയുടെ നിറം പതിപ്പിക്കൂ, സ്നേഹത്തിൻ്റെ നിറം പതിപ്പിക്കൂ, ആനന്ദത്തിൻ്റെ നിറം പതിപ്പിക്കൂ. താങ്കളാണെങ്കിൽ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ വന്നു കഴിഞ്ഞു. മറ്റ് ആത്മാക്കൾക്കും ഒരൽപ്പം ആധ്യാത്മിക നിറത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കൂ. പരമാത്മാ കൂടിക്കാഴ്ചയുടെ, മംഗളമേളയുടെ അനുഭവം ചെയ്യിക്കൂ. അലയുന്ന ആത്മാക്കൾക്ക് ലക്ഷ്യസ്ഥാനത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കൂ. അപ്പോൾ സ്വ ഉന്നതിയുടെ പ്ലാൻ തയ്യാറാക്കുന്നതിൽ സ്വയം തൻ്റെ ചെക്കറായി ചെക്ക് ചെയ്യണം. ഈ റോയലായ ഞാൻ എന്നത് വരുന്നില്ലല്ലോ. കാരണം ഇന്ന് ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ ബാബ്ദാദ ഈ സങ്കല്പം നൽകുന്നു. ഇന്ന് ദേഹാഭിമാനവും അപമാനത്തിൻ്റെ ഏതൊരു ഞാൻ എന്നത് വരുന്നുവോ, നിരാശയുടെ ഞാൻ വരുന്നുവോ, അതിനെ കത്തിച്ചു തന്നെ പോകണം, കൂടെ കൊണ്ടുപോകരുത്. കുറച്ച് കത്തിക്കുമല്ലോ, തീ കത്തിക്കുമോ? ജ്വാലാമുഖി യോഗാഗ്നി ജ്വലിപ്പിക്കൂ. ജ്വലിപ്പിക്കാൻ അറിയാമോ? ജ്വാലാമുഖി യോഗം അറിയാമോ? അതോ സാധാരണ യോഗമാണോ അറിയാവുന്നത്? ജ്വാലാമുഖിയാകൂ. ലൈറ്റ് മൈറ്റ് ഹൗസ്. അപ്പോൾ ഇത് ഇഷ്ടമാണോ? അറ്റൻഷൻ പ്ലീസ്. ഞാൻ എന്നതിനെ കത്തിക്കൂ. ബാബ്ദാദ എപ്പോഴാണോ ഞാൻ ഞാൻ എന്ന ഗീതം കേൾക്കുന്നത്, അപ്പോൾ സ്വിച്ച് അണയ്ക്കുന്നു. ആഹാ ആഹാ എന്ന ഗീതം ഉണ്ടാകുമ്പോൾ ശബ്ദം കൂട്ടുന്നു. കാരണം ഞാൻ ഞാൻ എന്നതിൽ വലിവ് വളരെയധികം ഉണ്ടായിരിക്കും. ഓരോ കാര്യത്തിലും വലിക്കും. ഇതല്ല, ഇതല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല. അപ്പോൾ വലിവുള്ളത് കാരണം പിരിമുറുക്കം ഉണ്ടാകുന്നു. ബാബ്ദാദയ്ക്ക് മോഹം, പിരിമുറുക്കം, സ്വഭാവം, തലകീഴായ സ്വഭാവം,
നല്ലതായി തോന്നുന്നില്ല. വാസ്തവത്തിൽ സ്വഭാവം എന്ന വാക്ക് വളരെ നല്ലതാണ്. സ്വഭാവം എന്നാൽ സ്വയം തൻ്റെ ഭാവം. എന്നാൽ അതിനെ തലകീഴാക്കിയിരിക്കുകയാണ്. കാര്യത്തിൻ്റെ വലിവ് ഉണ്ടാക്കരുത്. തൻ്റെ നേർക്ക് ആരെയും വലിക്കുകയും ചെയ്യരുത്. അതും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആരെങ്കിലും എത്ര തന്നെ താങ്കളോട് പറഞ്ഞാലും താങ്കൾ തൻ്റെ നേർക്ക് വലിക്കരുത്. കാര്യത്തെ വലിക്കരുത്, തൻ്റെ നേർക്ക് വലിക്കരുത്. വലിവ് സമാപ്തമാകണം. ബാബ 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 ഇഷ്ടമാണല്ലോ. അപ്പോൾ തലകീഴായ ഞാൻ എന്നത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. കൂടെ കൊണ്ടുപോകരുത്. ട്രെയിനിൽ ഭാരമുണ്ടാകും. താങ്കളുടെ ഗീതമുണ്ടല്ലോ, ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു ഞാൻ എന്നത് വയ്ക്കൂ. രണ്ട് ഞാൻ എന്നത് ഇല്ലാതാകണം. അപ്പോൾ ഹോളി ആഘോഷിച്ചുവോ? സങ്കല്പത്തിൽ കത്തിച്ചുവോ? ഇപ്പോൾ സങ്കൽപ്പിക്കും. സങ്കൽപ്പിച്ചുവോ? കൈ ഉയർത്തൂ. ചെയ്തോ? അതോ കുറച്ചൊക്കെ അവശേഷിക്കുമോ? കുറച്ചൊക്കെ അനുവദിക്കാമോ? കുറച്ചൊക്കെ അനുവദിക്കണം എന്ന് ആര് കരുതുന്നുവോ അവർ കൈ ഉയർത്തൂ. ഒരൽപ്പം അവശേഷിക്കുമോ? അവശേഷിക്കില്ലല്ലോ. താങ്കളെല്ലാവരും ധീരന്മാരാണ്. ആശംസകൾ. സന്തോഷത്തിൽ നൃത്തമാടൂ, പാടൂ. പെരുമുറുക്കത്തിലല്ല, വലിവിൽ അല്ല. ശരി. ഇപ്പോൾ ഒരു സെക്കൻഡിൽ തൻ്റെ മനസ്സുകൊണ്ട് എല്ലാ സങ്കല്പവും സമാപ്തമാക്കി ഒരു സെക്കൻഡിൽ ബാബയുടെ കൂടെ പരംധാമത്തിൽ, ഉയർന്നതിലും ഉയർന്ന സ്ഥാനം, ഉയർന്നതിലും ഉയർന്ന ബാബ, ആ ഒന്നിനോടൊപ്പം ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കൂ. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് ശക്തികളുടെ കിരണങ്ങൾ നൽകൂ. ശരി. 4 ഭാഗത്തുമുള്ള ഹോളിയസ്റ്റും ഹയ്യസ്റ്റുമായ കുട്ടികൾക്ക്, സർവ വിശ്വമംഗളകാരിയായ വിശേഷ ആത്മാക്കൾക്ക്, സർവ പൂർവികരും പൂജ്യരുമായ ആത്മാക്കൾക്ക്, സർവ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ സഹിതം ഹൃദയത്തിൻ്റെ വാത്സല്യവും നമസ്തേയും. ദൂരെ ദൂരെ നിന്നും വന്നിരിക്കുന്ന കത്ത്, കാർഡ്, ഇമെയിൽ, കമ്പ്യൂട്ടറിലൂടെയുള്ള സന്ദേശം ബാബ്ദാദയ്ക്ക് ലഭിച്ചു. ബാബ്ദാദ ആ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് കോടി മടങ്ങ് സ്നേഹസ്മരണകൾ നൽകുന്നു. വരദാനം: തൻ്റെ പൂർവിക സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സർവ ആത്മാക്കളെയും ശക്തിശാലിയാക്കുന്ന ഉദ്ധാരമൂർത്തിയായി ഭവിക്കട്ടെ. ഈ സൃഷ്ടിവൃക്ഷത്തിൻ്റെ മൂലതായ്തടി സർവരുടെയും പൂർവജരായ താങ്കൾ ബ്രാഹ്മൺ സോ ദേവതയാണ്. ഓരോ കർമ്മത്തിൻ്റെയും ആധാരം, കുലമര്യാദകളുടെ ആധാരം, രീതി സമ്പ്രദായങ്ങളുടെ ആധാരം, സർവ ആത്മാക്കളുടെയും ആധാരവും ഉദ്ധാരമൂർത്തിയുമായ താങ്കൾ പൂർവജരാണ്. തായ്തടിയായ താങ്കളിലൂടെ തന്നെയാണ് സർവ ആത്മാക്കൾക്കും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തിയുടെയും സർവശക്തികളുടെയും പ്രാപ്തി ഉണ്ടാകുന്നത്. താങ്കളെ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്രയും വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യൂ. കാരണം പൂർവിക ആത്മാക്കളായ താങ്കളുടെ ആധാരത്തിൽ തന്നെയാണ് സൃഷ്ടിയുടെ, സമയത്തിൻ്റെയും സ്ഥിതിയുടെയും ആധാരം. സ്ലോഗൻ: ആരാണോ സർവശക്തികളുമാകുന്ന കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നത് അവർ തന്നെയാണ് മാസ്റ്റർ ജ്ഞാനസൂര്യൻ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. 3 വാക്കുകൾ കാരണമാണ് കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും കുറഞ്ഞു പോകുന്നത്. ആ 3 വാക്കുകളാണ്: 1 വൈ, എന്തുകൊണ്ട്;
2 വോട്ട് അഥവാ എന്ത്, 3 വോണ്ട് അഥവാ വേണം. ഈ 3 വാക്കുകൾ ഇല്ലാതാക്കി കേവലം ഒരു വാക്ക് പറയൂ. വാഹ്, ആഹാ. അപ്പോൾ കൺട്രോളിംഗ് പവർ വന്നു ചേരും. പിന്നെ സങ്കല്പശക്തിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകാൻ സാധിക്കും. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ്. ഒരു അവിനാശി ഊർജമായ എൻ്റെ നിജസ്വരൂപത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ. എൻ്റെ ഈ ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ ശാന്ത സ്വരൂപ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ സങ്കല്പ ശക്തിയിലൂടെ ഞാൻ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ നക്ഷത്രമായി വേറിട്ട് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ബ്രഹ്മലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സർവത്ര ശാന്തി നിറഞ്ഞ, സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ ഈ ദിവ്യഗ്രഹത്തിൽ ഞാൻ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദിവ്യമായ സ്നേഹത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നെ സ്പർശിക്കുകയാണ്. എൻ്റെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ബാബയുടെ സമീപത്തിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു. പരമാത്മാ സാമീപ്യത്തിൽ
സ്ഥിതി ചെയ്യുമ്പോൾ ആ പരമശക്തിയിൽ നിന്നും പ്രവഹിക്കുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാനിപ്പോൾ ബാബയുടെ സർവശക്തി സ്വരൂപം അനുഭവിക്കുകയാണ്. സർവശക്തിവാനായ പരമാത്മാവിൽ നിന്നും സമസ്ത ശക്തികളുടെയും അത്ഭുത കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ അജ്ഞാനകാലത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാവുകയാണ്. ഞാൻ ഭാരരഹിതമാവുകയാണ്. സർവപ്രഭാവമുക്തമായ സാക്ഷിഭാവം ഞാൻ ധാരണ ചെയ്യുന്നു. പരമാത്മാ സ്നേഹവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഈ ഉന്നതമായ സ്ഥിതി കൈവരിച്ച് എൻ്റെ കർമ്മക്ഷേത്രമായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മടങ്ങി വന്ന് ദ്രിഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.